ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് 2 നിറത്തിലും 2 ഷേപ്പിലുമുള്ള മിഠായി ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് 2 പച്ചമാങ്ങയും കുറച്ച് പഞ്ചസാരയും ആണ്. ആദ്യം നമുക്ക് 2 പച്ചമാങ്ങ എടുക്കാം. അത് തൊലി കളഞ്ഞ് ചെറിയതാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് അരച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് 2 ഗ്ലാസ്സിലാക്കി ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ഇതിൻ്റെ സ്റ്റാർച്ച് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു വരും. അത് നമുക്ക് എടുക്കണ്ട. അതിന് മുകളിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു ജ്യൂസ് മാത്രം നമുക്ക് മതി. അപ്പം നമുക്ക് 2 പച്ചമാങ്ങയിൽ നിന്നും ഇത്രയാണ് കിട്ടിയത്. ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മുകളിലുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇടാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് പഞ്ചസാര സിറപ്പ് ഇത് ഒറ്റനൂൽ പരുവം ആയി കിട്ടണം. ഇത് ഒറ്റനൂൽ പരുവമായി. ഇനി ഇതിലേക്ക് നമ്മളുടെ ആ മാങ്ങയുടെ ജ്യൂസ് അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. നന്നായി തിളപ്പിക്കാം. തിളപ്പിച്ച് വരുമ്പോൾ ഈ ഷേപ്പാവും. ഇതും നമുക്ക് നല്ല തിളച്ച് ഇതും ഒറ്റനൂൽ പരുവം ആയി കിട്ടണം. ഇനി ഈ പാകത്തിൽ ഈ കളറിൽ നമുക്ക് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതുകൂടാതെ ഇതിലേക്ക് ഫുഡ് കളർ, പച്ച ഫുഡ് കളർ 1 ഡ്രോപ്പ് മാത്രം ഒഴിക്കുക. ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കാം. ഇത് നല്ല ഒറ്റനൂൽ പരുവം തന്നെ ആവണം, എന്നാലേ നമ്മുടെ ചോക്ലേറ്റ് ശരിയാവുള്ളൂ. ഇതൊന്ന് ടെഡി ബെയർ ഷേപ്പും ഒന്ന് ഹാർട്ട് ഷേപ്പുമാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്റ്റൽ പോലെ ആയിരിക്കും. ഇതുണ്ടോ, നന്നായിട്ട് വന്നു, നല്ല ഷേപ്പിൽ വന്നു. ഇനി നമുക്ക് നമ്മൾ കളർ ചേർക്കാതെ എടുത്തു വെച്ചിരുന്ന ആ സിറപ്പ് കൊണ്ട് ഹാർട്ട് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അത് ഇതുപോലെ അരമണിക്കൂറൊന്ന് പുറത്ത് വെച്ചാൽ മതി. അത് റെഡിയായി വന്നു. നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും നമ്മുടെ
മാങ്ങ കൊണ്ടുള്ള മിഠായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.